ഇത് യൂസ് ചെയ്യാനുള്ളതാണോ? അത് പിന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ രോഹിത്? അല്ല, ഇത് ഇങ്ങനെ തരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാനെങ്കിൽ വണ്ടിയിൽ സാനിറ്റൈസർ വെച്ചൊക്കെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു. അല്ല, ഞങ്ങള് എന്തായാലും ഇന്റർവ്യൂവിന് വരുമ്പോ ഗസ്റ്റ് വരുമ്പോ അങ്ങനെ പഴയത് ഒരാൾ യൂസ് ചെയ്തതോ തരില്ല, പുതിയതേ തരുള്ളൂ. പക്ഷെ ഇതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അലർജി ഒക്കെ ഉള്ളതാ. നിങ്ങൾ ഓൾറെഡി ടിഷ്യൂ ഒരു തവണ യൂസ് ചെയ്തതല്ലേ അത്. അല്ല, ഞാനൊരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ. നിങ്ങൾ റിയാക്ട് ചെയ്തു, അത് കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ കയറി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബിക്കോസ് ഒരു ഇന്റർവ്യൂവിന് വരുമ്പോൾ ഞങ്ങളുടെ മര്യാദയാണ് പുതിയ ഒരു സാധനം തരാന്നുള്ളത്. അത് ഒരാൾ യൂസ് ചെയ്ത സാധനം ഞങ്ങൾ അങ്ങനെ തരില്ല. അത് ഇങ്ങനെ ഞങ്ങൾ തരുന്നേ. നിങ്ങളുടെ സൈഡ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ എന്താ അറിയോ, ഇത് പുറത്തിറങ്ങുമ്പോ ഞങ്ങൾക്കായിരിക്കും കിട്ടുക. ലൈക്ക് ഇത് ഞങ്ങളെയും നിങ്ങൾ റിയാക്ട് ചെയ്യുക, ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയണം, അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി റിയാക്ഷൻ എന്നൊരു സംഭവം ഇപ്പൊ ഒരു വീഡിയോ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന സംഭവമല്ല ഞാൻ പറയുന്നത്. ബേസിക്കലി ഒരു ഹ്യൂമൻ ബീയിങ് റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനെ ആ ഒരു രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം ഒരാൾ അയാളുടെ സൈഡ് പറയുന്നു, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതി, നിങ്ങളെ ഞാൻ ഒരു അക്യൂസേഷനിൽ പെടുത്താത്ത രീതി ഞാൻ നമ്മുടെ ഒരു സൈഡ് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് റെസ്പെക്ട് ചെയ്യാം. ഞാൻ പറയട്ടെ, ഇതിപ്പോ എന്തായാലും ഞങ്ങൾ തുടച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ടിഷ്യൂ വേണം. ടിഷ്യൂ ഞങ്ങൾ തന്നില്ലെങ്കിൽ പ്രശ്നമാവും. നിങ്ങൾ യൂസ് ചെയ്യില്ല, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഇത്ര നേരം യൂസ് ചെയ്താണ് പിന്നെ ഇടയ്ക്ക് തുടക്കാന്ന് പറയണത് അതെ കംഫർട്ട് സോണിന് വേണ്ടിട്ട്, കംഫർട്ടിന് വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ ടിഷ്യൂ തന്നാൽ നിങ്ങളെ പ്രശ്നം തീരും. ടിഷ്യൂ തന്ന പ്രശ്നം തരും. ഓക്കെ, എന്നാ പിന്നെ ടിഷ്യൂ കൊടുത്തോ ചേട്ടാ, വേഗം കൊടുത്തു. ഇതത്ര നല്ല ശീലം അല്ല. അതൊന്നും ഇപ്പൊ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു റിഗ്രറ്റ് തോന്നിയിട്ട് കാര്യമില്ല. അതെ, പക്ഷെ എല്ലാത്തിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അത് മാത്രമായിരിക്കും ആൾക്കാർ വിചാരിക്കുള്ളൂ. കുഴപ്പമില്ലെന്നേ, കാരണം നമ്മൾ പട്ടിണി കിടക്കുമ്പോ ഈ ആൾക്കാരൊന്നും വന്നിട്ട് ഒരു ഹെൽപ്പും ചെയ്യാൻ വരൂല. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫിക്ഷൻ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി ഒന്ന് പറഞ്ഞു, ഇത് ഫിക്ഷൻ സെഗ്മെന്റ് ആയിരുന്നു, ഒരു ഫൺ സെഗ്മെന്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷെ ഇതെന്തായാലും വരുമ്പോ അത് ട്രോൾ ആയിട്ട് വരുള്ളൂ, അത് കുഴപ്പമില്ല നമുക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് തിരിഞ്ഞിരുന്നോ. ഓക്കെ, ഗ്രീൻ ഹൗസ് എന്ന പേര് കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല. ഗ്രീൻ ഹൗസ് എന്ന് പറയുമ്പോ ആൾക്കാർ അത് വേറെ ആയിരിക്കോ? അങ്ങനെ അല്ല, ആൾക്കാർക്ക് ഗ്രീൻ ഹൗസ് എന്ന പേര് പലർക്കും അറിയത്തില്ല. ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്ട് എന്നൊക്കെ നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടില്ലേ, ഹരിതഗൃഹ പ്രഭാവം. പക്ഷെ ആ ഒരു സംഭവം അല്ലാതെ ഗ്രീൻ എന്ന് പറഞ്ഞത് പച്ച, ഹൗസ് എന്ന് പറയുന്നത് വീട് എന്ന രണ്ട് വേർഡായിട്ടാണ് ചിലവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ഗ്രീൻ ഹൗസിനെ കുറിച്ച് അറിയാത്തോണ്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കറിനെ പറ്റി ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഇല്ല, ഒരു പരാതിയില്ല. കണ്ട പാവങ്ങള്. ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഇല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം അത് എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. ആദ്യം അത് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനേ ശ്രമിക്കുള്ളൂ. പക്ഷെ അവിടെ ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ പറഞ്ഞു, നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെയൊക്കെ പറയുമ്പോൾ അതിനെ നിങ്ങൾ കളിയാക്കി വിടുകയോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരു സാധാരണക്കാരൻ നിലയിൽ നമ്മളത് ഡോക്യുമെന്റ് ചെയ്യുന്നത്. കാരണം മറ്റുള്ളവർക്ക് ഈ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട്. അല്ല, നമ്മളായിട്ട് പ്രശ്നങ്ങൾ എലിവേറ്റ് ചെയ്യാറില്ല. പ്രശ്നങ്ങൾ എലിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുള്ളടത്ത് നമ്മൾ മിണ്ടായിരിക്കത്തുമില്ല. മനസ്സിലായി. സോ നമ്മളുടെ മനസ്സറിഞ്ഞ സെഗ്മെന്റ് കഴിഞ്ഞു, ഇനി നേരിയിരുന്നു. ഇനി ആ വിസിൽ കൊടുത്തു. ഓക്കെ, നമ്മൾ ഊതിയല്ലേ, തുടച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അത് അടുത്ത് ഉപയോഗിച്ചാലും ഇല്ലേലും ഇനി എന്തായാലും ഈ വിസിൽ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല, നിങ്ങൾ വേണേ വീട്ടിൽ കൊണ്ടുപോകും. താങ്ക് യു. 2 സെഗ്മെന്റ് കഴിഞ്ഞു, ഇനി ലാസ്റ്റ് ഒരു സെഗ്മെന്റ് ആണ്. ആൾക്കാർ അറിയട്ടെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുള്ളത്. സോ ഈ സെഗ്മെന്റിന്റെ പേര് ഞങ്ങൾക്കും പറയാനുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം പറയണം, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, മാളുകളിൽ കസ്റ്റമർ പാർക്കിങ്ങിന് പാർക്കിംഗ് ഫ്രീ ഈടാക്കുന്ന വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പാർക്കിംഗ് ഫീ അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സ്ഥലമല്ലേ. നമുക്ക് പാർക്കിംഗ് ഫീ കൊടുക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പാർക്കിംഗ് ഫീ കൊടുത്ത് വണ്ടി ഇടുന്ന ഒരു സ്ഥലത്ത് വണ്ടിക്ക് ഒരു സേഫ്റ്റി ബേസിക് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയല്ല, പക്ഷെ നമ്മൾ മാളിലേക്ക് പോകുന്നിടത്ത് സാധനങ്ങൾ വാങ്ങിക്കാനാണല്ലോ. അപ്പൊ കസ്റ്റമേഴ്സ് അങ്ങനെ പോയിട്ട് പിന്നെയും കാശ് പിന്നെയും വാങ്ങിക്കുന്നത് ഒരു അതത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? അത് രോഹിത്തിന്റെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ രശ്മിക്ക് അതിൽ എന്താണ് പറയാനുള്ളത്? വണ്ടി ഇപ്പൊ സാധനം വാങ്ങാൻ പോയിട്ട് വണ്ടി റോഡിൽ കിടക്കുന്നതിലും ബെറ്റർ ആണല്ലോ
വണ്ടിയോട് സ്നേഹമുള്ളവർ പക്ഷെ എപ്പോഴും നമ്മൾ ഫീ വാങ്ങിക്കുന്നതാണ്. നമ്മുടെ വണ്ടി ഇപ്പൊ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നതാണല്ലോ. അപ്പൊ അവിടെ ഒരു 30 രൂപ 20 രൂപ 50 രൂപ എന്ന് പറയുന്നത് വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് അതൊന്നും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് രണ്ടുപേർക്കും തോന്നുന്നത്. അതില് വലിയ അതായത് ഇപ്പോ നമ്മള് മലയാളികളാണ്, നമ്മള് ഒരു മാളിൽ പോകുമ്പോൾ സാധനം വാങ്ങിക്കാൻ മാത്രമായിട്ട് പോവാം. ഞാനൊക്കെ പണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ ഒരു ബിസ്മി ഹൈപ്പർ മാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഞാനും കൂട്ടുകാരും കൂടെ അവധി കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം അവിടെ പോകും. കുറച്ച് എ സിയും കൊള്ളാം, കുറെ സാധനങ്ങളും കാണാം, പറ്റുവാണെങ്കിൽ കുറച്ച് മറ്റേ ഐസ്ക്രീമിന്റെ മിക്സ് ഉണ്ടല്ലോ, അതായിരുന്നു ഞങ്ങൾ ആകെ മേടിച്ചോണ്ടിരുന്നത്. അല്ലാതെ ഞങ്ങള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർക്ക് പാർക്കിംഗ് ഫീ കൊടുക്കുന്ന കൊണ്ട് കുഴപ്പങ്ങളും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവർക്കേന്ന് മേടിച്ചില്ലെങ്കിൽ ഇവർക്കാണല്ലോ അത്രയും പാർക്കിംഗ് സ്പേസ് പോണത്. സോ നെക്സ്റ്റ് വൺ, ഫ്രീ ലെഫ്റ്റ് അനുവദനീയമായ സിഗ്നൽ ജംഗ്ഷനുകളിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ. വണ്ടി റോഡിൽ പാർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്. കാരണം ബാക്കിയുള്ളവർക്കും കൂടെ യാത്ര ചെയ്യാനായിട്ട് എന്താ അവകാശമുള്ള റോഡുകളാണ് ഇവന്മാര് ബ്ലോക്ക് ആക്കുന്നത്. ഇതുകൊണ്ട് ചിലപ്പോൾ അടുത്തൊരു അപകടം വരുന്ന ഒരു തട്ടലോ മുട്ടലോ കിട്ടുന്നത് പുറകെ വരുന്നവർക്കിട്ടായിരിക്കും. അപ്പൊ ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു നിയമ നടപടിയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈക്വലായിട്ട്, അല്ലാതെ സാധാരണക്കാരൻ്റെയൊക്കെ നിയമ നടപടി ഉണ്ട്, പൈസ ഉള്ളവർക്കേലും പൊളിറ്റിക്കൽ ബാക്കപ്പ് ഉള്ളവർക്കേലും നിയമ നടപടി ഇല്ല എന്നുള്ള ഇന്നത്തെ ഈ ഒരു സിസ്റ്റം പോരാ. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പണിഷ്മെന്റ് കിട്ടണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള നിയമം ഇവിടെ ഉണ്ടാവണം. ചില പ്രമുഖരുടെ വാഹനങ്ങളിൽ കർട്ടനും കൂളിങ്ങും ഫിറ്റ് ചെയ്യുന്ന വിഷയത്തിൽ അത് ബേസിക്കലി പൊളിറ്റീഷ്യൻസിന്റെ കാര്യത്തിൽ മാത്രമേ സാധാരണക്കാർക്ക് മെയിനായിട്ടും പ്രതികരിക്കാൻ ഉണ്ടാവുള്ളൂ. എനിക്കും അത്രേ ഉള്ളൂ. അതായത് നമ്മളാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്, നമ്മളാണ് ടാക്സ് കൊടുത്ത് നമ്മുടെ ഗവൺമെന്റ്സിനെ തീറ്റിപ്പോറ്റുന്നത്. ഓഫ് കോഴ്സ് അവർ ചെയ്യാനുള്ള പരിപാടികൾ, ചെയ്യാനുള്ള ഡ്യൂട്ടീസ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 100% റെസ്പെക്ട് ചെയ്യാം, പാർട്ടി ഭേദമന്യേ. എനിക്കൊരു പാർട്ടിയും പൊളിറ്റിക്സും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യൻ പണിയെടുക്കുന്നു, അന്നന്നത്തെ അന്നം കണ്ടുപിടിക്കുന്നു, വീടിനെ പോറ്റുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഓരോ കാര്യത്തിനും കൊടുക്കുന്ന ടാക്സ് കൊണ്ട് നമ്മുടെ തലയ്ക്ക് മേളിൽ രാജാവ് കളിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കും, പൊളിറ്റീഷ്യൻസിനെ കാണുമ്പോഴത്തേക്കും ഈ നാട്ടിൽ ജീവിക്കാനായിട്ട് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. മനസ്സിലായി. ഇപ്പൊ രോഹിത്തും രശ്മിയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അതല്ലാതെ അത് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും പോണ്ടി വന്നിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എനിക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരാള് ബുദ്ധിമുട്ടിച്ചു. അപ്പൊ ഞങ്ങളത്, ആ ആളെന്ന് പറഞ്ഞാല് എന്താ പറയാ, എക്സിബിഷനിസ്റ്റ് എന്ന് പറയാം. പക്ഷെ എനിക്കല്ലായിരുന്നു അതുണ്ടായത്. എനിക്ക് മുമ്പേ വന്ന കുറെ പേർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആ ഒരു ചേച്ചി അവിടുന്ന് പേടിച്ചിട്ട് ബസ് കയറിപ്പോയി. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നു, ഇയാൾ എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു, എന്നെ കയറി പിടിക്കാൻ വരുന്ന പോലെ വരുമായിരുന്നു. ഞാൻ ഇയാൾ വരുന്ന കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുത്തു. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടെങ്കിലും അയാൾ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടും അയാൾ പോകുന്നില്ല. അപ്പൊ എനിക്ക് പേടിയായി. ഞാൻ ഇവനെ വിളിച്ചു, ഇവൻ വന്നു, അയാളെ പോലീസിനെ വിളിച്ചു, അയാളെ പോലീസ് വന്ന് എടുത്തിട്ട് പോയി. ഞങ്ങളും പുറകെ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ആ കൂട്ടത്തില് ഈ പേടിച്ചു പോയ ചേച്ചി പുള്ളിക്കാരുടെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വന്നു പ്രതികരിക്കാനായിട്ട്. അങ്ങനെ രണ്ടിടി കൊടുത്തിട്ടാണ് കൊണ്ട് സ്റ്റേഷനിലാക്കിയത്. സ്റ്റേഷനിലാക്കി. പക്ഷെ പോലീസുകാർ പറഞ്ഞു, ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 4-5 വർഷം എടുക്കാം ഇതിനൊരു സൊല്യൂഷൻ ആവാൻ. അപ്പൊ അത്രയും നാള് നമ്മളിവിടെ നാട്ടിൽ വേണം, വിക്ടിം ആയിട്ടുള്ള ആള് ഇവിടെ വേണം. അല്ലെങ്കിൽ വിളിക്കുമ്പോഴത്തേക്കും കോടതിയിൽ ഹാജരാവണം, ഇല്ലെങ്കിൽ നമുക്കെതിരെ വാറന്റ് വരുമെന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഇതുപോലെ ഇഷ്യൂസ് ഒക്കെ പറയാൻ പോവാറില്ലേ? ലൈക്ക് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരാതി പറയുമ്പോ അവര് ഇതെന്തു ഈ പറയുന്നത്, അങ്ങനത്തെ വല്ല ഒരു എക്സ്പീരിയൻസ്? ഞാനിവിടെ വർക്കിനായിട്ട് മറൈൻ ഡ്രൈവിന്റെ ഞാൻ വർക്കിനായിട്ട് ഇവിടെ എടപ്പള്ളിയിൽ നമ്മുടെ സ്വന്തം റമീസ് ബ്രോയുടെ വീട്ടിൽ, എന്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരന്റെ വീട്ടിൽ ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ വർക്കിനിടയ്ക്ക് നമ്മൾ വൈകുന്നേരം മറൈൻ ഡ്രൈവിൽ കൂട്ടുകാരുമായിട്ട്, അതായത് സ്റ്റാഫാണ് കൂട്ടുകാരാണ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചില്ല് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഒരാള് ഫുള്ളി നേക്കഡായിട്ട് ഒരു സൈഡിലുണ്ടായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ടും ആവാം, അയാളുടെ സാഹചര്യം ആവാം, അല്ലെന്നല്ല പറയുന്നത്. അയാൾ കാണിക്കുന്നത്, അല്ലെ അയാളുടെ സിറ്റുവേഷൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഈ കാര്യത്തെ കുറിച്ചിട്ട്. അത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ചെന്ന് പറഞ്ഞു. 2-3 മെയിൽ പോലീസും ഉണ്ടായിരുന്നു, ഫീമെയിൽ പോലീസും ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് പറഞ്ഞു, മാഡം ഇവിടെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരാള് നേക്കഡായിട്ട് കിടക്കുവാണ്. ഒരുപാട് ആൾക്കാർ, ഈ നൈറ്റ് ആണെന്ന് പറഞ്ഞാലും ഫാമിലീസും വരുന്നുണ്ട്, ഗേൾസ് ആയിട്ടും വരുന്നുണ്ട്, ബോയ്സ് മാത്രമായിട്ടും വരുന്നുണ്ട്,
ആൾക്കാർക്ക് നടക്കാനും പോകാനും ഉള്ളതാണല്ലോ നമ്മുടെ പൊതുസ്ഥലങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം കാണുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് അവരുടെ ഒരു പ്രോട്ടോകോൾ എന്താണോ അതിനനുസരിച്ച് ഒന്ന് പ്രവർത്തിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടും ആ പോലീസുകാരി പറഞ്ഞതാണ് അയാൾ അപ്പുറത്ത് തുണി കഴുകിയിട്ടേക്കുവാണെന്ന്. തുണി കഴുകിയിട്ട ആൾക്ക് ഓക്കെ തുണി ഇല്ലായിരിക്കാം, അപ്പോൾ ഒന്നെങ്കിൽ ഇവർ മേടിച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ സൃഷ്ടിച്ചു കൊടുക്കുക. അതെങ്കിലും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ടാക്സ് വെച്ച് സാലറി മേടിക്കുന്നവർക്കുണ്ട്. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ഇതുപോലെ സാധാരണക്കാർ തഴയപ്പെടുത്തേ ഉള്ളൂ. നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരാവും. ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പച്ച വീട് എന്ന് പറയുന്ന പ്രശ്നേഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും പ്രശ്നേഷ് എത്തുന്ന വീഡിയോകളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട്. ബ്ലോഗിങ്ങും ഒക്കെയായി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇരുവരും സജീവമാണ്. OCD അതായത് വൃത്തി കൂടുതലാണ് ഇവരുടെ മെയിൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഇവരെത്തിയ ശേഷമുള്ള രസകരമായ ചില സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു വൃത്തി കൂടുതൽ ഉണ്ടാക്കിയ പൊല്ലാപ്പാണ് ഈ സംഭവങ്ങൾ.